വർഷ, അവിടെ ആരെല്ലാം എത്തിയിട്ടുണ്ട്? വർഷ എവിടെയാണ് നിൽക്കുന്നത്? അവരുടെ ഒരു പ്രവർത്തകരുടെ ഒരു ആവേശം എങ്ങനെയുണ്ട്? അവരിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ നമുക്ക്? സുഹേൽ, ഞാനിപ്പോൾ ഉള്ളത് ബീച്ചിലെ ഈ റോഡിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം ഉള്ളത്. രാഹുൽ ഗാന്ധി എത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതിലുള്ള വിഷമമുണ്ടെങ്കിൽ പോലും പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വിചാരിച്ച പോലെ തന്നെ നല്ല രീതിയിലുള്ള ജനപങ്കാളിത്തം ഈ മഹാറാലിയിൽ ഉണ്ട് എന്നുള്ളതാണ് UDF-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ പല നേതാക്കളും പ്രതികരിച്ചപ്പോഴും അക്കാര്യം തന്നെയായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. ഇത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ ഒരു ശക്തി പ്രകടനമായി മാറുമെന്നുള്ള കാര്യമായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം പ്രതികരിച്ചിരുന്നത്. എന്തായാലും ഇതോടുകൂടി തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രചരണത്തിന് തുടക്കം കുറിക്കുകയാണ്, ഗംഭീര പ്രചരണത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇനി ഈ ഒരു റാലി ആയിരിക്കും മുന്നോട്ടുള്ള പ്രചോദനം എന്നാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പറയുന്നത്. കാരണം അത്ര വലിയ ഒരു ജനക്കൂട്ടം തന്നെയാണ് ഈ ബീച്ചിൽ എത്തിയിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാം, 2000-ഓളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമായിരുന്നു ഒരുക്കിയിരുന്നത്. പക്ഷെ അതിലും എത്രയോ മടങ്ങ് ആളുകളാണ് ഈ ബീച്ചിൽ എത്തിയിരിക്കുന്നത്. കാരണം അവരുടെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് UDF-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര നിർണായകമാണ്. അവരുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പല പ്രവർത്തകരും പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരുന്നു. പിന്നീട് വൈകിട്ടോട് കൂടി ആയപ്പോഴേക്കും ഈ ഒരു കടപ്പുറം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു മഹാസാഗരം തന്നെയായി മാറിയിരിക്കുന്നു. നമുക്ക് തന്ന ആളുകളുടെ പ്രതികരണം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വർഷ പറഞ്ഞതുപോലെ 2500 പേരെയാണ് അവർക്കാണ് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ അതിലും എത്രയോ മടങ്ങ് ജനങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. പ്രവർത്തകരുടെ പ്രതികരണങ്ങളിലേക്കൊക്കെ തന്നെ വർഷ അല്പസമയത്തിനകം കടന്നു ചെല്ലും. നമ്മൾ അജി കുഞ്ഞുമോൻ തുടരുന്നുണ്ട്. നമുക്കിപ്പോൾ അജി പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്ക് പകരം ഖർഗെ വരുന്നു. പക്ഷേ ഖർഗയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഒരു പങ്കുണ്ട്. അതായത് കെ സുധാകരൻ മത്സരിക്കണമെന്ന കടുംപിടുത്തം പിടിച്ചപ്പോൾ MP-മാർ മത്സരിക്കേണ്ട തീരുമാനത്തിൽ ഉറച്ചു നിന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുത്തത് അഡമന്റായി ആ ഒരു ഡിസിഷൻ നിന്നത് അത് ഖർഗെയാണ്. നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഖർഗെ വീണ്ടും കേരളത്തിലേക്ക് വരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്നിട്ടും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ വൈകൽ നമ്മൾ കണ്ടതാണ്. ആ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിൽ അവർക്ക് നഷ്ടപ്പെട്ട എഡ്ജ് നമ്മൾ കണ്ടതാണ്. ഒരു വിധത്തിൽ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കി ഈ പറഞ്ഞ സ്ഥാനാർത്ഥികളൊക്കെ മത്സരത്തിലിറങ്ങി വിമതരെയൊക്കെ ഒന്ന് അനുനയിപ്പിച്ച് പുറത്തേക്ക് ഇറക്കി അല്ലെങ്കിൽ പിന്നോട്ടടിപ്പിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വരുമ്പോൾ ഇടുത്തി പോലെ മറ്റൊരു പുതിയ പ്രശ്നം കൂടി, ഒരു സങ്കീർണത കൂടി കോൺഗ്രസിന് മുമ്പിൽ തെളിയുന്നു. ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യം. അത് നേരത്തെ പലയാവർത്തി കേട്ട ചോദ്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിനു ശേഷം അത്തരത്തിലൊരു ചോദ്യം, അത്തരത്തിലൊരു ചർച്ച സജീവമായത് ഇന്നാണെന്ന് പറയേണ്ടി വരും. അത് PJ കുര്യന്റെ ആദ്യ പ്രസ്താവനയിലാണ്. ആ പ്രസ്താവന പറയുമ്പോൾ, അതായത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയേക്കും എന്ന പ്രസ്താവന നടത്തുമ്പോൾ ചെന്നിത്തല അവിടെ വേദിയിലുണ്ട്. അത് തടയാനോ അല്ലെങ്കിൽ ആ വിഷയത്തിലൊന്നും സംസാരിക്കാനോ ചെന്നിത്തല തയ്യാറായില്ല. അക്ഷരാർത്ഥത്തിൽ ഒഴിഞ്ഞു മാറി. അത് കഴിഞ്ഞ് സതീശനിലേക്ക് വരുമ്പോൾ സതീശൻ നിശ്ചിതമായി തന്നെ പറയുന്നു, ഇതിൽ മുഖ്യമന്ത്രി ആരും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. തെലങ്കാന പോലെ കർണാടക പോലെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് തീരുമാനമുണ്ടാകും. അതായത് മുഖ്യമന്ത്രി ആരെന്ന ചോദ്യം അത് പ്രതലത്തിൽ ഇപ്പോഴും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നടക്കുന്ന ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ച് എന്തായാലും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നിട്ട് നിർത്തില്ല. ഇത് സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിലൊരു അഭിപ്രായ പ്രകടനങ്ങൾക്ക് സാധ്യതയുണ്ടോ? സംസ്ഥാന നേതാക്കൾ ആരൊക്കെ വേദിയിലുണ്ട്? സുഹൈൽ സൂചിപ്പിച്ച ഒരു ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ വരാം. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് കെ സുധാകരനൊപ്പം തന്നെ KC വേണുഗോപാലും അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏത് തലത്തിലുള്ള നിലപാടാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചത്, ആ നിലപാട് തന്നെയാണ് കേരളത്തിലും സ്വീകരിക്കുക എന്നുള്ള ഒരു നിലപാടാണ് പറഞ്ഞത്. ശരിയാണ്, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പറയുന്ന ആ നിലപാടിൽ തന്നെയാണ് അവരുടെ കാര്യങ്ങൾ നിശ്ചയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ ഇത്രയും ദിവസം നമ്മൾ കണ്ടതാണ്, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട്, ഫ്ലെക്സുകൾ വെച്ചുകൊണ്ട്, ബോർഡുകൾ വെച്ചുകൊണ്ട് അവർ കോൺഗ്രസ് ഈ പരിപാടി നടത്തുമ്പോൾ ആരെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുക എന്നുള്ളത് ചിത്രം പൂർണ്ണമായും വ്യക്തമാണ്. ആരെയാണ് ആ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ ഈ ആളെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഞങ്ങളുടെ പ്രചാരണം എന്ന തലത്തിൽ അവർ പറയാതെ പറയുകയാണ്, ചിത്രങ്ങളിലൂടെ തന്നെ പറയാതെ പറയുകയാണ്. പ്രചാരണത്തിന്റെ ഒരു ഔദ്യോഗിക ഉദ്ഘാടനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. പക്ഷേ സ്ഥാനാർത്ഥികളെല്ലാം മണ്ഡലത്തിൽ സജീവമാണ്, നേതാക്കളെല്ലാം
വോട്ട് ചോദിക്കുകയും അതിൽ ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡീലിനെ കുറിച്ച് പറയുന്നു, കൊലീബി സഖ്യത്തിനെ കുറിച്ച് മറ്റേ അപ്പുറത്ത് നിന്ന് വരുന്നു. അങ്ങനെ മറുപടികളൊക്കെ ആയിട്ട് തിരിച്ചടികളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദിൽഷ കൂടി നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. അവിടെയുള്ള ഒരു ജനങ്ങളുടെ പങ്കാളിത്തം, പ്രവർത്തകരുടെ പങ്കാളിത്തം, അത് ഇന്നത്തെ ദിവസം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തെ ഒരു ശക്തി പ്രകടനം അത് പ്രവർത്തകർക്കും അവർക്കൊപ്പം നിൽക്കുന്ന അണികൾക്കും ഒക്കെ വല്ലാത്തൊരു ഊർജ്ജം പകരും. ആ ഊർജ്ജത്തിൽ വേണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അതിവേഗത്തിൽ തന്നെ ഈ ചൂടിനെ മറികടന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകാൻ. ദിൽഷ ചേരുന്നുണ്ട്. ദിൽഷ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് നൽകാനുള്ളത്? സ്മിത, ഈ UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ബസ്സിന് മുന്നിലാണ് നമ്മൾ ഉള്ളത്. വലിയ ആവേശം കോഴിക്കോട് കടപ്പുറത്ത് ഈ UDF പ്രവർത്തകരുടെ വലിയ ആവേശം തന്നെ. കടപ്പുറം ഒരു വലിയ ജനസാഗരമായി തന്നെ മാറിയിരിക്കുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബസ് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ബസ്സിലാണ് ഈ അല്പസമയത്തിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഉദ്ഘാടനത്തിന് ശേഷം മല്ലികാർജ്ജുൻ ഖാർഗെ ഇവിടെ എത്തി ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യും. UDF-ന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അടങ്ങിയ ഗ്യാരണ്ടി കാർഡുകളടക്കം ഇന്ന് അവതരിപ്പിക്കുമെന്നാണ് നേരത്തെ തന്നെ നേതൃത്വം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. UDF-ന്റെ സംസ്ഥാനതല പ്രചരണത്തിന് തയ്യാറാക്കിയ ബസ് അല്പസമയത്തിനകം ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതായിരിക്കും. രാഹുൽ ഗാന്ധിക്ക് പകരം മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരിക്കും ഈ പ്രചരണ ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യുക. മാത്രവുമല്ല, ഈ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന തെരഞ്ഞെടുപ്പ് ഗ്യാരണ്ടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ബസ് പ്രചരണം ലക്ഷ്യമിടുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടി എന്നാണ് ഈ ബസിന്റെ പേര്. സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള ആളുകളുമായെല്ലാം ഖാർഗെ ഇന്ന് സംവദിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വടക്കൻ കേരളത്തിൽ UDF-ന് വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടു. രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഗ്യാരണ്ടികൾ പറഞ്ഞിട്ടുണ്ട്, വല്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഖർഗെയിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതിനും അപ്പുറത്തേക്ക് ഡീൽ ആരോപണങ്ങൾ, ഇപ്പോൾ സജീവമായിരിക്കുന്ന രാഷ്ട്രീയ ചർച്ചാ വിഷയങ്ങൾ കൂടി പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.